ഏറ്റവും വലിയൊരു അഡ്വൈസ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെ ഇരിക്കുക. പ്രത്യേകിച്ച് CA കോഴ്സാണ്, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. 12th കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു BCom കഴിഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചിലപ്പോൾ ഫെയിലിയേഴ്സ് ഉണ്ടാവും, ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടാവും. അതിൽ നിന്ന് ലേൺ ചെയ്യുക കൂടുതൽ. അതിനെ മനസ്സിലോട്ട് എടുക്കാതെ അതിൽ നിന്നുള്ള മിസ്റ്റേക്സ് ലേൺ ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാൻ നോക്കുക. ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒരിക്കലും കൈവിടാതിരിക്കുക. കാരണം 12th വരെ നമുക്ക് അങ്ങനെ ഫെയിലിയേഴ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം നമ്മൾ പാസ്സാവും. അധികം പഠിച്ചില്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയും പാസ്സാവും. BCom ആണെങ്കിലും പാസ്സാവും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ CAക്ക് ജോയിൻ ചെയ്യുമ്പോൾ തൊട്ട് നമുക്ക് ഫെയിലിയേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി പിന്നെ ഏറ്റവും അവസാനം അത് പാസ്സാവുന്ന വരെ ഈ സ്ട്രീമിൽ തന്നെ നിൽക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പം ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ പാസ്സായിരിക്കും. അത് നമ്മൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോവാതെ നമ്മൾ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. വേണം എന്ന് പറഞ്ഞ അവസാനം വരെ ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പാസ്സായിരിക്കും. അതിന് നല്ല എക്സാമ്പിൾസ് ആണല്ലേ. ഞങ്ങൾ ആക്ച്വലി പാസ്സായതും ഒരുമിച്ചായിരുന്നു. ഒരു ദിവസമാണ് ഞങ്ങൾ പാസ്സായത്. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് 4 ദിവസം മുമ്പായിരുന്നു റിസൾട്ട്. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പാസ്സായത്.